സെൽഫ് റിയലൈസേഷനെ പറ്റി 2 വാക്ക്. ഇത് എനിക്ക് വന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പൊ അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു, അയ്യോ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി ഒന്ന് റിഫ്ലക്ട് ചെയ്യണമല്ലോ. അപ്പം ഞാൻ കുറച്ചിരുന്നൊന്ന് എഴുതി. ശരിക്കും റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആണ് സംഭവം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ 4-5 വർഷമായിട്ട് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന രീതിയിലല്ല നടക്കുന്നത്, അല്ല ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറേണ്ടതുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുറേയധികം കാര്യങ്ങൾ ലെയർ ബൈ ലെയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഹായ്, ഞാൻ ദീപം. അപ്പൊ സെൽഫ് റിയലൈസേഷനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഈ ഒരു ഇത്രയും വർഷം കൊണ്ട് റിയലൈസ് ചെയ്ത കുറെ അധികം കാര്യങ്ങളാണ്. അതിലെല്ലാം ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഞാൻ എഴുതി വന്നപ്പോൾ എനിക്ക് കിട്ടിയ കുറെ കാര്യങ്ങളാണ് ഞാൻ ഇന്നിപ്പോൾ പറയുന്നത്. അപ്പൊ വളരെ റീസെന്റ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ, ടു ബിഗിൻ ഫ്രം ഗ്രൗണ്ട് സീറോ, അതിനുള്ളൊരു ധൈര്യം ഇപ്പൊ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ റിയലൈസേഷൻ. ഇത്രയും നാള് എനിക്ക് ഞാൻ ഈ ഒരു പാത്തിലൂടെ പോയി. അപ്പൊ അവിടം വരെ എത്തിയിട്ട് അത് തെറ്റാന്ന് മനസ്സിലാക്കി എനിക്ക് തിരിച്ചു വരാൻ എനിക്കൊരു ഭയമായിരുന്നു, ഒരു പേടിയായിരുന്നു. അപ്പൊ ആ ഒരു പേടി സത്യം പറഞ്ഞാൽ മാറി. അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ തിരിച്ചു വന്ന് വേറൊരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ വഴി തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് നിർത്തിയിട്ട് വേറൊരു വഴിയിലോട്ട് പോകാനും ഇപ്പൊ ധൈര്യമുണ്ട് എന്നുള്ളതാണ്. അതിന് പക്ഷെ ഇത്രയും സമയം എടുത്തു എന്നുള്ളതാണ്. അപ്പൊ അത് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പറ്റണം എന്നില്ല. ഞാൻ പണ്ട് എന്റെ പല വീഡിയോസിലും പറയുമായിരുന്നു, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന്. അങ്ങനെ ഞാനിപ്പോ പറയാറില്ല. കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറയാൻ പറ്റാത്തതിന്റെ റീസൺ, എൻ്റെ ജീവിത സാഹചര്യം ഡിഫറെന്റ് ആണ്, എൻ്റെ ചിന്താഗതി ഡിഫറെന്റ് ആണ്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ ചിന്താഗതി ഡിഫറെന്റ് ആണ്, നിങ്ങളുടെ ജീവിത സാഹചര്യം ഡിഫറെന്റ് ആണ്, നിങ്ങൾക്കുള്ള സപ്പോർട്ട് ഡിഫറെന്റ് ആണ്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. അങ്ങനെ ആകുമ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു വാഗ്ദാനം ഒന്നും എനിക്ക് തരാനില്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള എൻ്റെ തിരിച്ചറിവ്. ഇനിയുള്ളത് കുറച്ചൊരു ഒരു കോൺട്രവേഴ്സി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ്. എൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാം കറക്റ്റ് ആണോന്നൊന്നുമില്ല. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ ലൈഫിലെ പല കാര്യങ്ങളും എൻ്റെ ചോയ്സ് അല്ലായിരുന്നു എന്നുള്ളതാണ്. അത് കൂടുതലും എൻ്റെ ഒരു ഇഷ്ടം കാരണം ഞാൻ ചെയ്തതാണോ എന്ന് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം അതൊരു സൊസൈറ്റിയുടെ ഒരു പ്രഷർ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ എന്നൊരു ചിന്ത എനിക്കിപ്പോൾ വരുന്നുണ്ട്. മെയിനായിട്ടും ഇപ്പം നമ്മുടെ കല്യാണം ആയാലും, പിള്ളേരായാലും, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതായാലും, ഇനി ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നതായാലും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ഒരു ഇഷ്ടം അതിനകത്ത് ഉണ്ടാകുന്നു ചോദിച്ചാൽ മേ ബി ഒരു എതിർപ്പൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തത് കുറച്ചൊന്ന് നമ്മളുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രഷർ. എനിക്ക് തോന്നുന്നു ഞാൻ ആ കുഞ്ഞിലെയൊക്കെ ഞാൻ വായിച്ചിരുന്ന മാസികകൾ, അല്ല ഞാൻ കണ്ടിരുന്ന സീരിയൽസ്, സിനിമകൾ, ഇതെല്ലാം എനിക്ക് എൻ്റെ മുന്നിലേക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വൈഫ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു പിക്ചർ എനിക്ക് തന്നു. ആ പിക്ചറിലേക്ക് എത്താനുള്ളൊരു ശ്രമമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചെയ്തതാണെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ചൊന്ന് റിബലായിട്ടാണ് നമ്മൾ ലൈഫിനെ നോക്കി കാണുന്നത്. അല്ലെങ്കിൽ എന്തിന്റെ ആവശ്യത്തിന് ഇങ്ങനൊന്നും ചെയ്യേണ്ട, ഇത് ആരെഴുതിയ സ്ക്രിപ്റ്റാ, എന്തിനാ ഞാനിപ്പോ ഇതനുസരിച്ച് നോക്കണ്ട, അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നുണ്ട്. ഇനി അടുത്തെന്ന് പറയുമ്പം നമുക്ക് ക്യാഷ് കൊണ്ട് എല്ലാം വാങ്ങാൻ പറ്റില്ല, ക്യാഷ് അല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ പോലും ക്യാഷ് ഇല്ലാത്തതിന്റെ സമയത്ത്, അല്ലെങ്കിൽ ക്യാഷ് ഇല്ലാതിരുന്ന സമയത്ത് നമുക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ നോക്കിക്കണ്ട ഒരു രീതി, അതിപ്പോഴും നമുക്ക് ഡീപ്പ് ഇൻസൈഡ് അവിടെ കിടപ്പുണ്ട്. അതായത് കുഞ്ഞുനാളിൽ തൊട്ട് നമുക്ക് ഈ ക്യാഷിന്റെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് അനുസരിച്ച് നമ്മളോടുള്ള പെരുമാറ്റത്തിനും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു പലരുടെ സൈഡിൽ നിന്നായിട്ട്. എന്നാൽ അത് ഭയങ്കര ന്യൂട്രലായിട്ട് നിന്നൊരു വളരെ ചുരുക്കമാണ്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും, അതിപ്പോൾ ബന്ധുക്കളായിക്കോട്ടെ, ഈവൻ ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ, എന്റെ ജോലി പോയതിന് ശേഷം എന്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അത് തന്നെയാണ് നമുക്ക് തിരിച്ച് നമ്മൾക്കൊരു ഐഡന്റിറ്റി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നൊക്കെയുള്ളൊരു ഇതിലേക്ക് വരുന്നത്. നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്. അത് കൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കണം. അതൊരു ഗ്രീഡ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു നെസസിറ്റി ആണ്. നമുക്കൊരു സെൽഫ് റെസ്പെക്ട് തോന്നാനായിട്ട് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായി വന്നു. കാരണം അങ്ങനെയാണ് സൊസൈറ്റി നമ്മളെ കാണുന്നത്. ഇപ്പം ഞാനും ഇപ്പൊ തിരിച്ച് ചിന്തിക്കുന്നു എന്നൊന്നുമില്ല. ഞാനും ഒരാളെ ചിലപ്പോൾ അളക്കുന്നത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. ഇവര് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ, അല്ലെങ്കിൽ ഇത് നമ്മൾ അവരോട് ഒരു ബന്ധം വെച്ചിട്ട് നമുക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് ഒരു സപ്പോർട്ട് തരുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു ചിന്ത, ഇതെന്റെ തലയിലാവുമോ, അല്ലെങ്കിൽ ഇവക്കിനി ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരുമോ, ഇങ്ങനൊരു ചിന്ത കാരണമാണ് പലരും മാറിപ്പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഈവൻ ദോ ഞാൻ ഒറ്റ മനുഷ്യരുടെ അടുത്ത്
എന്താണ് അങ്ങനെ ഒരു സഹായത്തിനായിട്ട് ഞാൻ പോയിട്ടില്ല. ഫിനാൻഷ്യൽ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഈവൻ എൻ്റെ അനിയത്തിയോടോ അനിയനോടോ പോലും ഞാൻ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവർ പറയും എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കടി എന്ന് പറയും. അപ്പം ഞാൻ പറയും ഇല്ല വേണ്ട, ഞാൻ കുഴപ്പമില്ല, ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, തീരെ ഗതികേടുവാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു റിയലൈസേഷനാണ്, കാശല്ല എല്ലാം, അല്ലെങ്കിൽ പണമല്ല ജീവിതത്തിന്റെ ഒരു ആധാരം എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊരു ഫാക്ടറാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, അതിപ്പോ ഏതൊരു അവസ്ഥയിലാണ്, ഇപ്പൊ നമ്മുടെ മക്കളായാൽ പോലും നമ്മളെ അളക്കുന്നതിന് ഇതൊരു മാനദണ്ഡമാണ്. ഇതും ഒരു മാനദണ്ഡമാണ്. ഇത് മാത്രം എന്നുള്ളതല്ല, ക്യാഷ് ഒരു മാനദണ്ഡമാണ്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതിന്റെ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം എന്നുള്ളതിന്റെ ആ ഒരു എന്താണ് ഒരു തീവ്രമായിട്ടുള്ള ഒരു പ്രചോദനം എന്നോ അല്ലെങ്കിൽ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനെപ്പറ്റിയാണെങ്കിൽ കുറേ പറയാനുണ്ട്. റിയലൈസേഷൻ കുഞ്ഞുനാളിലെ തുടങ്ങിയത് ഇപ്പോൾ അരക്കിട്ട് ഉറപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇത് ശരിക്കും ഒരു ഫാക്ടറാണ്. അപ്പൊ നമ്മുടെ മക്കളോടും നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ, അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പോകണം. പക്ഷെ ഞാനത് പറഞ്ഞു കൊടുത്ത് പിള്ളേർക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിയത്തില്ല. അവർ നേരെ തിരിച്ചാണോ ചിന്തിച്ചതെന്ന്, അല്ലാതെ പൈസ ഇല്ലെങ്കിൽ കംപ്ലീറ്റ് പോയി എന്നുള്ള മട്ടിലാണോ ചിന്തിച്ചതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി പോലെ ഇരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നതാണെങ്കിൽ നിങ്ങൾ അത് എടുക്കുന്നത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എൻ്റെ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതും എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ അതൊരു റിയലൈസേഷനാണ് എൻ്റെ. ഇനിയുള്ളത് പേടിയാണ്. എൻ്റെ ലൈഫിൽ ഓരോ സ്റ്റേജിലും, അല്ലെങ്കിൽ ഇപ്പം എല്ലാ ദിവസവും തന്നെ എടുത്തോ, നമ്മൾ ഓരോ ദിവസവും ചില കാര്യങ്ങളെ പറ്റി ആലോചിച്ച് പേടിക്കാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ, ഇത് ഒരു ടൈപ്പ് ഓഫ് ഓവർ തിങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പല ഏരിയയിൽ, ഇപ്പൊ നമ്മുടെ ലൈഫിലാവട്ടെ, നമ്മുടെ മക്കളുടെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു, നമ്മുടെ ജോലിയുടെ കേസിലാവട്ടെ, ഡേ ടു ഡേ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് പേടിച്ച് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ആൻസൈറ്റിയോടെ നോക്കിയിരുന്ന് അവസാനം ഒന്നും സംഭവിക്കത്തില്ല. അതെനിക്ക് കുറേ നാളായിട്ട്, ഇപ്പൊ ഈ ഒരു അടുത്ത കുറേ നാളായിട്ട് ഞാനത് എഴുതി വെക്കാൻ തുടങ്ങി. അതായത് നമ്മൾ ഒരു കാര്യത്തെ ആലോചിച്ച് ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അയ്യോ ഇന്നൊരു സംഭവം സംഭവിക്കാൻ പോകുന്നു, ഓക്കെ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം, ഇനി അങ്ങനെ ഇങ്ങനെ സംഭവിച്ചാലോ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാലോ, അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് വട്ടടിച്ച് അവസാനം അതിൻ്റെ ആ ടൈം എത്തുമ്പം ഒന്നും സംഭവിക്കാതെ വളരെ പീസ്ഫുള്ളി ആ സംഭവം കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ എഴുതി വെക്കും, നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ചിന്തിച്ച് കാട് കയറുന്നതിൻ്റെ ഒരാവശ്യമില്ല. എനിക്കുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ചിന്തിച്ച് കാട് കയറേണ്ട ആവശ്യമില്ല, മിക്ക കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോകും. അപ്പം നമ്മൾ ഈ ബൈബിളിലൊക്കെ പറയുന്ന പോലെ മുന്നോട്ടുള്ള കാര്യത്തെ പറ്റി ആലോചിക്കണ്ട, ലിവ് ഇൻ ദ പ്രസന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കാര്യത്തെ പറ്റി ചിന്തിച്ചാൽ മതി. നാളേക്ക് വേണ്ടിയിട്ട് തലപുകച്ചോളൂ എന്ന് പറയുന്ന പോലെ അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി എന്നുള്ളതും ഇപ്പോഴത്തെ ഒരു റിയലൈസേഷനാണ്. ഇനി നോ പറയുക എന്നുള്ളത്, വിത്തൗട്ട് എനി ഗിൽറ്റ് നോ പറയാനായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ അത് ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ഒരു 80% എനിക്ക് നോ പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ മിക്ക ആൾക്കാർക്കും കണ്ടെടുത്താൽ കണ്ടുകൂടാ. ബട്ട് ഐ ഡോണ്ട് കെയർ. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കുറെ പേര് പറയും ഇവർക്ക് ഒരു നാർസിസ്റ്റിക് സ്വഭാവമാണ്, അതായത് അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ, പിന്നെ ഞാനിപ്പോ എന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, എൻ്റെ ഒരു മനസ്സമാധാനം അത് ഞാൻ നോക്കിയാൽ പോരെ, ഞാൻ വേറെ ആരെയും ഹാം ചെയ്യുന്നില്ല, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, എന്നെ ആരും ഹാം ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഒരു ബൗണ്ടറി സൃഷ്ടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആരും കയറി ചൊറിയാനൊന്നും വരാതിരുന്നാൽ വെൽ ആൻഡ് ഗുഡ്, അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എത്രത്തോളം ഭയങ്കര അഹങ്കാരമായിട്ട് തോന്നുന്നോ, അങ്ങനെയല്ല. നോ പറയും, ഇപ്പൊ അറഞ്ചം പുറഞ്ചം നോ പറയും. അത് എൻ്റെ ഒരു മെന്റൽ പീസിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം അങ്ങനെ സമ്മതിച്ചു കൊടുത്തത്. അത് എനിക്കൊന്ന് ഞാൻ കുഞ്ഞിലെ തൊട്ടേ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഒരുവിധപ്പെട്ട കാര്യങ്ങളൊന്നും പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയും. പിന്നെയും എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എനിക്ക് ചിലരോടൊക്കെ ഒരു കടപ്പാട് ഉണ്ടെങ്കിൽ നമുക്ക് നോ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതി തന്നെ ഒരു അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു രീതിയിലാണ്. കാരണം ആ ഒരു കടപ്പാട് വെച്ചിട്ട് അതുകൊണ്ട് എനിക്ക് പിന്നീട് നോ പറയാൻ പറ്റാതാവേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു മെന്റൽ പീസിന് വേണ്ടിയിട്ട് ഞാൻ നോ പറയുന്നു. അതിപ്പോൾ എൻ്റെ മക്കളോടാണെങ്കിൽ പോലും എനിക്ക് മക്കളോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്നെ ഇങ്ങനെ ഗിൽറ്റ് എടുപ്പിച്ചോളയും. നമ്മൾ എന്നാലും അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ അതിപ്പോഴും ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. നമ്മളെങ്ങ് ഗിൽറ്റ്. ഇപ്പൊ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഇപ്പൊ നടക്കാൻ പോകുന്ന സംഭവമാണ്. കഴിഞ്ഞ ബുധനാഴ്ച, അതായത് ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ്, കഴിഞ്ഞ ബുധനാഴ്ച സ്കൂളിൽ നിന്ന് അനൗൺസ്മെന്റ് വന്നു, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ് ഈ വരുന്ന ശനിയാഴ്ച. അപ്പൊ ബുധനാഴ്ച വൈകിട്ടാണ് മെസ്സേജ് കിട്ടുന്നത്. വ്യാഴമുണ്ട്, വെള്ളിയുണ്ട്, ശനിയാഴ്ചയാണ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. അപ്പം ഇനി ഇതിപ്പം ഇളയവള് 4ാം ക്ലാസ്സിലാണ്. അവക്കിനി
ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഇല്ല സ്കൂളിൽ, 4ാം ക്ലാസ് വരെയുള്ളൂ കോമ്പറ്റീഷൻ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ സമയമുണ്ട് നമ്മൾക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്ക് താല്പര്യമേ ഇല്ല, എനിക്ക് ഫാൻസി ഡ്രസ്സിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ആ വർഷം നമ്മൾ കട്ട് ചെയ്തു, നമ്മൾ ഒന്നും ചെയ്തില്ല. പക്ഷെ ഈ വർഷം ഇങ്ങനെ സമയമില്ലാത്ത സമയത്ത്, എനിക്ക് ജോലിയുണ്ട്, സമയമില്ലാത്ത സമയത്ത് വെനസ്ഡേ വൈകിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 2 മണിക്കൂറാണ് എനിക്ക് ഇച്ചിരി ഫ്രീ കിട്ടുന്നത്. ഒരു 4 മണി തൊട്ട് കുറച്ച് ടൈമാണ് എനിക്ക് ഫ്രീ കിട്ടുന്നത്. ആ ടൈമിൽ ഞാൻ എങ്ങനെ പോയിട്ട് കാര്യങ്ങൾ റെഡിയാക്കി 2 ദിവസം കൊണ്ട് എന്ത് ഡ്രസ്സ് തയ്ച്ച്, ഇവിടെയൊക്കെ ആണെങ്കിൽ എന്തോ മറ്റേ ഏതൊക്കെയോ BTSന്റെ ഒക്കെ എന്തൊക്കെയോ സാധനം കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ലെയർ ആയിട്ടുള്ള തുണി ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എടി ബുധനാഴ്ച വൈകിട്ട് പറയുന്നു, വ്യാഴാഴ്ച പോയി തുണി എടുത്താൽ പോലും വെള്ളിയാഴ്ച ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ തയ്ച്ചെടുക്കും, പറ്റത്തില്ല. അത് പറഞ്ഞപ്പോഴത്തേക്കും 2 എണ്ണവും കൂടെ മൂത്തവള് പറയുന്നു അമ്മയ്ക്ക് ഇതുപോലും നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റത്തില്ലേ, ഒരു ഡയലോഗ്. രണ്ടാമത്തത് അമ്മ കണ്ടു ഡൂ ദിസ്, എനിക്ക് ഇത് ഭയങ്കര ആഗ്രഹമാണ്, എനിക്കിത് എൻ്റെ അവസാനത്തെ വർഷമാണ്, അമ്മ ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയോ, ഇങ്ങനെയൊക്കെയാണ് ഇവര് പറയുന്നേ. ഒരു എന്താണ് ഗിൽറ്റ് അടുപ്പിച്ച് നമ്മളത് കൊല്ലുവാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ചത്താനെ, അതായത് മറ്റേ രാത്രി ഞാൻ പകലും ഒക്കെ ഇരുന്ന് നമ്മൾ ചെയ്ത് റെഡിയാക്കിയാനെ. അപ്പം ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഇവിടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇവിടൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ശനിയാഴ്ച, അതായത് നാളെ പോകുന്നുണ്ട്. പക്ഷെ തൃപ്തിയില്ല, എനിക്കൊരു തൃപ്തിയില്ല, അവർക്കൊരു തൃപ്തിയില്ല. പിന്നെ സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള മട്ടിലാണ് നമ്മൾ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ഡ്രസ്സ് മേടിച്ച് ചെയ്യാം, പക്ഷെ അതല്ല, നമ്മൾ നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി കാണിക്കാന്നുള്ള ഒരു മട്ടിലിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഈ ഗിൽറ്റ് അടുപ്പിച്ച് നമ്മളെ ശരിയാക്കി കളയും പിള്ളേർ. അപ്പൊ പിള്ളേരാണെ പോലും ഗിൽറ്റ് അടുപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മെന്റൽ പീസിന് വേണ്ടിയിട്ട് നോ പറയാനായിട്ട് ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പം പെട്ടെന്ന് ഇന്ന് പറയാണ് നാളെ എന്തൊരു പരിപാടി ഉണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി പറ്റത്തില്ല. ടീച്ചേഴ്സ് എല്ലാം ആര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യജീവിയാണ്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. മുക്രായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല, അങ്ങനെ ഇപ്പം ചെയ്യുന്നില്ല, എൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ അങ്ങ് ഗിൽറ്റ് അടുപ്പിച്ച്, ഇപ്പൊ നമ്മൾ നോ പറയുന്നതുകൊണ്ട് തന്നെ, ഇതിന് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ നോ പറയുന്നതുകൊണ്ട് നമ്മൾ വില്ലൻ ആവുന്ന ഒരു അവസ്ഥയാണ്. അത് ഇപ്പൊ കുറേ ആയി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, ഓവർ ദ ഇയേഴ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കാര്യങ്ങളിലുണ്ട് കേട്ടോ, അത് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അപ്പം ഇത് പറഞ്ഞു തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ ഗിൽറ്റ് അടിച്ച് ചാകുമെന്നുള്ളതാണ്. അതായത് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുപ്പ് മാത്രമേ ഉള്ളൂ, ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കത്തില്ല, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുവാണ്. ഈ ചെയ്തു കൊടുത്ത അവസാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ നമ്മുടെ ഒരു ഉത്തരവാദിത്തം പോലായി, എല്ലാം അങ്ങോട്ട് കറങ്ങി തിരിഞ്ഞിങ്ങനെ എൻ്റെ തലയിലോട്ട് വരും. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കഴുത്തറ്റം വരെ വന്ന് മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയായി. അപ്പം ഞാൻ സഹികെട്ട് നോ പറഞ്ഞു. ഒരു പ്രാവശ്യം നോ പറഞ്ഞേ ഉള്ളൂ, തീർന്നു. നമുക്ക് പിന്നെ ഒരു 6 മാസത്തേക്ക് ഒരു സ്വസ്ഥതയില്ല. അതായത് നമുക്കിങ്ങനെ കുത്തുവാക്കുകളായി, നമ്മളങ്ങ് വല്ലാണ്ടാവും കേട്ടോ. പക്ഷെ അത് നമ്മൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പൊ ഞാനിങ്ങനെ പദം പറയും, ഞാൻ നോ പറഞ്ഞിട്ട് പിന്നെയും പദം പറയും, അവസാനം ഞാൻ പോയി ചെയ്തു കൊടുക്കും. നോ പറയും, പിന്നെയും പദം പറയും, പോയി ചെയ്തു കൊടുക്കും. അത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, വൈ എന്തിന് നമ്മൾ ഇതെല്ലാം അവസാനം എന്ന് വെച്ചാൽ കറങ്ങി തിരിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒരു റിയലൈസേഷൻ, ഒരു സെൽഫ് ചെക്ക് ഒക്കെ നടത്തി കഴിയുമ്പോഴാണ് എന്തിന്റെ ആവശ്യത്തിനാണ്. നമ്മൾ സന്തോഷത്തോടെ ചെയ്തു കൊടുക്കണം. ഒരാൾ നിർബന്ധിച്ച് ഗിൽറ്റ് അടിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. നോ പറയാൻ തുടങ്ങി ഇപ്പൊ പീസ്ഫുൾ ആണ് സംഭവം. നമ്മളിപ്പം നമ്മളെ ആ ഒരു ഉത്തരവാദിത്വം ഓട്ടോമാറ്റിക്കലി തലവന്ന ഉത്തരവാദിത്വം അങ്ങ് മാറി, അതിന് വേറെ ആൾക്കാരായി. അപ്പൊ നമ്മൾ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, നമ്മളില്ലെങ്കിൽ പിന്നെ ലോകാവസാനം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞപ്പം വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കാര്യങ്ങള്. അപ്പൊ നമ്മളില്ലെങ്കിലും നടക്കും. പിന്നെ നീ ഫ്രീ ആണല്ലോ, എന്നാ ചെയ്തോ എന്നൊരു ആറ്റിറ്റ്യൂഡ്, അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഈ നോ പറയാനായിട്ട് ഇപ്പൊ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതൊരു ഭയങ്കര വലിയ റിയലൈസേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം എല്ലാത്തിനും നോയായി. ഇപ്പൊ പുറത്ത് ഇന്നിപ്പോ തൊട്ട് മുന്നേ ഒരാള് മാഡം ഇന്നൊരു സാധനം പരിചയപ്പെടുത്താനാ, നോ വാതിലടയ്ക്കുന്നു. അത് വളരെ ക്രൂരമാണെന്ന് തോന്നും, പക്ഷെ താല്പര്യമില്ല. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ എന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, എൻ്റെ ഒരു മെന്റൽ പീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെയാണ്. വേറെ ഒരു ഗതിയില്ല. കുറച്ച് റൂഡായിട്ടേ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. ആൾക്കാർ യൂസ് ചെയ്ത് നമ്മുടെ കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതെ ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നമുക്ക് മതി. ഇനി അടുത്തെന്ന് പറയുന്നത് ആൾക്കാരെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ പോവാറില്ല എന്നുള്ളതാണ്. പണ്ട് എനിക്കൊരു വെമ്പൽ ഉണ്ടായിരുന്നു, അയ്യോ ഇതിങ്ങനല്ല കേട്ടോ, ഇങ്ങനല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനല്ല, ഇത് ശരിയല്ല, ഇതല്ല ശരി എന്ന് പറഞ്ഞ് നമുക്കങ്ങ് വെപ്രാളം. നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നു, അയാളത് ശരിയായിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ നമുക്കങ്ങ് വെമ്പൽ, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, അവരെ കറക്റ്റ് ചെയ്യിപ്പിക്കണം, അല്ലെ അവരുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ അത് ശരിയാക്കി എടുക്കണം. അങ്ങനെ ഭയങ്കരമായ ഒരു വെമ്പൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്ന ഒരാളാ. ഇപ്പൊ ഒന്നും ചെയ്യാറില്ല.
അവരായി അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്തോട്ടെ. എനിക്ക് എന്തെങ്കിലും പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും കൊളമാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മുടെ കാര്യം ചെയ്തിട്ട് ഇങ്ങിട്ട് വരിക, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചേക്കുക. അവർ ചെയ്യണ്ട. കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് റിയലൈസേഷൻ. എന്നെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്ത് പറഞ്ഞാലും നമ്മളായിട്ട് വിചാരിക്കണമല്ലോ നമ്മൾ ആ ഒരു സ്വഭാവം മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി മാറ്റണമെങ്കിൽ. ഇപ്പം ഞാൻ തേങ്ങ ചുരണ്ടുന്നത് ഇങ്ങനെയാണ്, വേറെ ആൾ വന്നിട്ട് ഇങ്ങനെയാണ് ചുരണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയാണ് ഞാനിപ്പോൾ തേങ്ങ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന രീതി. അതിപ്പം അയാളുടെ വീട്ടിൽ അങ്ങനെ ആണെങ്കിൽ അയാൾ ചെയ്തോട്ടെ, നമ്മുടെ വീട്ടിൽ ഇത് ഓക്കെയാണ്. അപ്പോൾ ഒരാൾ ഉപദേശിക്കാൻ വന്നാൽ ഞാൻ കേൾക്കുമോ? ഇല്ല. സെയിം വേ ഞാനിപ്പോൾ വേറൊരാളെ ഉപദേശിക്കാൻ ചെന്നാൽ അയാൾക്കത് തെറ്റാണെന്ന് തോന്നിയാൽ മാത്രമല്ലേ അയാൾ കറക്റ്റ് ചെയ്യത്തുള്ളൂ. സോ നമ്മളിങ്ങനെ ഇപ്പോൾ ആൾക്കാരുടെ പുറകെ നിന്ന് അവരെ കറക്റ്റ് ചെയ്യാൻ നടക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. പക്ഷെ അങ്ങനെ ഒരു റിയലൈസേഷൻ ഈ അടുത്താണ് ഉണ്ടായത്. എല്ലാവരും ചിന്തിക്കുന്ന ഒരുപോലല്ല, എല്ലാവരും ഓരോ കാര്യങ്ങൾ എടുക്കുന്നത് ഈ രീതിയിലല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനമുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ഇപ്പൊ എന്റെ മക്കളെ തന്നെ എനിക്ക് ഒരു പരിധി വിട്ട് ഒരു കാര്യവും നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാനോ ഇങ്ങനല്ല ചെയ്യേണ്ടതെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാലും അവരത് കേൾക്കത്തില്ല. അവർക്ക് തോന്നണം. ഇപ്പൊ പണ്ട് അമ്മമാര് പറയത്തില്ലേ, നീ ഒരു അമ്മയായി കഴിയുമ്പോൾ നീ പഠിക്കും എന്ന് പറയത്തില്ലേ? സെയിം വേ ആണ്. നമുക്കൊരു അടി കിട്ടുമ്പോൾ നമ്മൾ പഠിക്കും. അല്ലാതെ ഇപ്പോൾ വേറൊരാൾ വന്ന് തല്ലി പഠിപ്പിക്കാനൊന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കില്ല. നമുക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ. അല്ലാതെ വേറൊരാളെ നമ്മൾ നന്നാക്കണം എന്ന് എത്രത്തോളം ശ്രമിക്കുന്നു അത്രത്തോളം നമ്മൾ ഡ്രെയിൻഡ് ആവും. നമ്മളങ്ങ് സങ്കടപ്പെടും, നമ്മളങ്ങ് വിഷമിക്കും. പറ്റത്തില്ല. അപ്പൊ ഇവിടെ എൻ്റെ ഇളയാൾ വന്നിട്ട് എപ്പോഴും പറയും, അമ്മ ഇന്ന കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ റൂഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തു, ഞാൻ അവളുടെ അമ്മയുടെ അടുത്ത് പോയി പറയാൻ പോവാണ്, ഞാനിങ്ങനെ ഇവളിങ്ങനെ ശരിയല്ല, ഇവളെ ഒന്ന് കറക്റ്റ് ചെയ്യണം എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ആനി ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നിന്റെ വല്ല ഫ്രണ്ട്സും വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ആനി ഇതാ ഇങ്ങനെ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അമ്മ ഒന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ വന്ന് പറഞ്ഞാൽ നീ കറക്റ്റ് ആവുമോ? ഇല്ല. നിനക്ക് യൂസ് ചെയ്യണം, നീ യൂസ് ചെയ്തില്ല. നീ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും, പക്ഷെ ശരിയാവുമോ? നിനക്ക് തന്നെ തോന്നണ്ടേ, എന്നാലല്ലേ നീ ആ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന നിർത്തത്തുള്ളൂ. സെയിം വേ ആ കൊച്ചിനെ ഞാൻ എങ്ങനെ പോയി കറക്റ്റ് ചെയ്യുന്നത്? അതിന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിന് തോന്നിയത് മാറണം അല്ലേ? അപ്പൊ ഒരാൾക്ക് തോന്നാതെ അയാൾ കറക്റ്റ് ആവാനോ അല്ലെങ്കിൽ മോശമാവാനോ ഒന്നും പോകുന്നില്ല. അയാൾക്ക് അറിയാലോ അയാൾ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണ്ട. ഇപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം എൻ്റെ വീഡിയോസ് പലരും പറയുന്നത് പണ്ട് സ്റ്റിച്ചിങ് ഒക്കെ ആയിരുന്നു, ഇപ്പൊ കുറച്ച് മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ഞാൻ മോട്ടിവേഷൻ എന്നുള്ള രീതിയിലല്ല വീഡിയോസ് ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ചെയ്യാൻ അറിയത്തില്ല. അതായത് ഞാൻ വ്ളോഗൊക്കെ എനിക്ക് വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പുറത്ത് പോയിട്ട് ക്യാമറ പിടിച്ച് ഇങ്ങനെ നിന്ന് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനൊരു നാക്ക് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസ് എൻ്റെ അനിയത്തി പോലും പറയാറുണ്ട്, നിന്റെ വീഡിയോ ഞാൻ ഇങ്ങനെ പോഡ്കാസ്റ്റ് പോലെ കേൾക്കുക ചെയ്യുന്നത് കാണാറില്ല. സോ അത് എക്സ്ട്രാ എഫർട്ട് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ വ്ളോഗ് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ വ്ളോഗ് ചെയ്യാൻ താല്പര്യമാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കാണിക്കാനാണെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ സാമ്പാറും ഇഡ്ഡലിയാണ്. ഞാനിപ്പോൾ എന്ത് ഞാൻ വെറൈറ്റി ഒന്നും ഉണ്ടാക്കാറില്ല. ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മെനു ആണ് എൻ്റെ വീട്ടിലുള്ള. എല്ലാ ദിവസവും 4 ദിവസവും സാമ്പാറും ഇഡ്ഡലിയാണ്, പിന്നെ ഒരു ദിവസം അപ്പം, വേറൊരു ദിവസം ചപ്പാത്തി, ഇത്രയേ ഉള്ളൂ, തീർന്നു. പിന്നെ ശനി ഞായറും വല്ല പുട്ടും കടല ഉണ്ടാക്കിയാലായി. അപ്പൊ ഇങ്ങനെ പോകുന്നൊരു ലൈഫ് എന്ത് കാണിക്കാനാണ്? മനസ്സിലായില്ലേ? അപ്പൊ അത് കാണിക്കാൻ ഓപ്ഷൻ ഇല്ല. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഇതിനകത്ത് കൊണ്ടുവന്ന് അവരുടെ ഒരു പ്രൈവസി ഒന്നും കൊളാക്കണ്ട എന്നൊരു തീരുമാനത്തിലാണ്. അത് ഞാൻ ഇതിന് മുന്നേ കുറേ നാൾ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അപ്പോഴാണ് ഒരു റിയലൈസേഷൻ ഉണ്ടായത്, നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യം എടുത്തിട്ട് ഇപ്പൊ എൻ്റെ വീട്ടിലെ പല കാര്യങ്ങളും പലർക്കും അറിയാം എങ്കിൽ പോലും ഇവരെ അങ്ങ് ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ പിള്ളേർ ഒക്കെ വരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അവർക്കൊരു തോന്നലുണ്ടാവണ്ട. അവര് ഒന്നും ചെയ്യാണ്ട് എഫേർട്ട് ഇടാതെ അവർ സെലിബ്രിറ്റി ആകുന്ന ഒരു അവസ്ഥ അവർക്ക് വേണ്ട. പിന്നെ അവരെ അത്രയധികം അവരുടെ പ്രൈവസി പ്രശ്നം ഉണ്ടാക്കി നമ്മൾ ഒരു ചാനൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊക്കെ കാരണം എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ അറിയാവുന്ന എനിക്ക് ഈ വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ എനിക്ക് ഈ പറയാനുള്ള കാര്യങ്ങൾ ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് പറയാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാൻ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ യൂട്യൂബ് ആകുമ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടണം, അപ്പൊ വീഡിയോസ് ഇടുന്നു. അല്ലാതെ ഇതൊരു മോട്ടിവേഷൻ എന്നുള്ള മട്ടിൽ ഞാനിപ്പോ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ എന്താ ഉണ്ടാവാനാ? നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കൊണ്ട് കൂടുതലും റിലേറ്റ് ചെയ്യാനാണ് പറ്റുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് സംഭവിച്ചത്, എനിക്കിപ്പോ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. അതിന്റെ താഴെ വന്ന ഭൂരിഭാഗം കമന്റ്സും എനിക്ക് നിങ്ങളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ എന്നുള്ളതാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വിചാരിക്കും എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ സംഭവങ്ങളല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതുപോലെ എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇതേ ഉള്ളൂ, അത് ഇതിനകത്ത് മോട്ടിവേഷൻ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വന്നേ വേറൊരാളെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ശ്രമം നമ്മൾ ഒഴിവാക്കി ഉപേക്ഷിച്ചിട്ടുണ്ട്. സെയിം വേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ വീഡിയോന്റെ താഴെ
ഞാൻ ഈ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കമന്റ്സും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇപ്പോൾ കുറെ വരുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ വീഡിയോ വൈറലാവുന്നുണ്ടെന്നാണ്. അപ്പോൾ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഫ്രണ്ട്സ് ഇല്ല എന്ന് പറഞ്ഞ വീഡിയോന്റെ താഴെയാന്ന് തോന്നുന്നു ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്, നോനോ ഒറ്റയ്ക്ക് നടക്കണമെന്നാണോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, എനിക്ക് ഫ്രണ്ട്സ് ഇല്ലെന്നാ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഫ്രണ്ട്സ് ഉണ്ടാക്കണ്ട എന്നുള്ളത് എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്, നിങ്ങൾ ഇങ്ങനെയല്ല, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ കോപ്പി അടിച്ചിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ കോപ്പി അടിക്കാത്തത് ഒരു തെറ്റ് പോലെയൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പം അതൊക്കെ കേട്ടു മനസ്സിലാക്കി. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇവരോടൊക്കെ ഞാൻ എന്നാ പറയാനാ? ഇവരെ എനിക്കിപ്പം പോയിട്ട് അതിന്റെ റിപ്ലൈ കമന്റ് ഇങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ ഇങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അവര് വിചാരിച്ചു നമുക്കൊന്നും ചെയ്യാനില്ല അല്ലെ. പണ്ടാണെങ്കിൽ ഇതുപോലത്തെ ഒരു കമന്റ്സ് വന്നു കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് എനിക്ക് പിന്നെ ഒരു സന്തോഷ സമാധാനം ഉണ്ടാകത്തില്ല. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, എന്തുകൊണ്ട് ഇവര് എന്നെ പറ്റി ഇങ്ങനെ വിചാരിച്ചു എന്നുള്ളത് വിചാരിക്കുന്നതിനെക്കാട്ടിലും ഞാനിപ്പോ വിചാരിക്കുന്നത് അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളെ ചുമ്മാ ഇങ്ങനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയാൻ പറ്റുന്നത്. ഇപ്പൊ ഈയിടയ്ക്ക് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതുപോലെ കുറെ അധികം റിയാക്ഷൻസും കാര്യങ്ങളും. അതിൽ തന്നെ ഈ മറ്റേ എന്താണ് ഒരു കല്യാണി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ വീഡിയോന്റെ താഴെ നിറച്ച് നെഗറ്റീവ് കമന്റ്സ് ആണ്. അപ്പൊ അവര് ഒരു കാര്യം ചെയ്തു, അവരതിനെ എന്തൊരു വീഡിയോ ചെയ്തു, പിന്നെ വേറെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേറെ ആൾക്കാർ വീഡിയോ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ വീഡിയോന്റെ താഴെ പോയി ഇങ്ങനെ കമന്റ് ഇട്ട് അങ്ങ് കൊല്ലാക്കൊല ചെയ്യാണ്. അവരൊരു മനുഷ്യ സ്ത്രീ തന്നെയാണല്ലോ. ഇവരെ ഇങ്ങനെ ഈ നെഗറ്റീവ് കമന്റ് ഇടുമ്പോഴേ അത് തുടക്കത്തിലുള്ള ആൾക്കാർക്ക് ഏൽപ്പിക്കുന്ന ഒരു മെന്റൽ ഒരു വിഷമമുണ്ട്. അത് ഞാൻ തുടക്കത്തിലൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 7-8 വർഷമായി. അപ്പൊ ആ തുടക്കത്തിലൊക്കെ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ജീവിതമേ പോയി, നമ്മുടെ ആദ്യത്തെ 2 ദിവസമേ പോയി. അപ്പൊ അങ്ങനെയൊക്കെ ഒരാളെ എങ്ങനെ പറയാൻ പറ്റുന്നു? ഇപ്പം നമുക്കും കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈ പറയുന്ന യൂട്യൂബേഴ്സിന്റെ ആണെങ്കിലും അല്ല കുറെ അധികം വൾഗർ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ചൊറിഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പോയിട്ട് ഇങ്ങനെ പോയി നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നിർത്തിപ്പോയിക്കൂടെ, ഞാൻ റിപ്പോർട്ട് അടിക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് അവിടെ പെർമിഷൻ ഉണ്ടല്ലോ. ഐ മീൻ യൂട്യൂബ് അത് റിമൂവ് ചെയ്യാത്തടത്തോളം അവർ വീഡിയോസ് ഇട്ടോണ്ടേയിരിക്കും, കാണേണ്ടവരൊക്കെ പോയി കണ്ടോണ്ടേയിരിക്കും ഇല്ലേ. നമുക്ക് കാണണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്തങ്ങ് പോയാൽ പോരെ, എന്തിനാ അവിടെ പോയിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? അവർക്ക് റീച്ച് കൂടാണ് ചെയ്യുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ, അതുപോലെ ആ കമന്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് വരുന്ന ഈ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള കമന്റ്സ് ഒത്തിരി ഒന്നും വരാറില്ല, പക്ഷെ വരുന്നതിൽ സന്തോഷം. കാരണം നമ്മൾ റീച്ച് ആവുന്നുണ്ടെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ മൈ എഫേർട്സ് മാറ്റർ ആവുന്നുണ്ട്, ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ പുതിയ ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കയറി ഉണ്ട്. 1-2 പേര് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സ്വഭാവം കാരണമാണ് ഞാൻ എന്റെ ചാനൽ നിർത്തിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് അങ്ങനെ പോയി കമന്റ് ഇടണമെങ്കിലേ. നമ്മൾ അത്രയ്ക്ക് ഒരാളുടെ മുഖത്ത് നോക്കി അയാളെ വേദനിപ്പിക്കാനും മാത്രം നമുക്ക് കമന്റ് ഇടാൻ പറ്റുന്ന ഒരാളാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്. അപ്പൊ അയാൾ എന്തുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിലേക്ക് വന്നത്, എന്താണ് അയാളുടെ ലൈഫിലെ പ്രശ്നം, ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഇപ്പം. കാരണം ഞാൻ അയാളെ കറക്റ്റ് ചെയ്യാനൊന്നുമല്ല ഞാൻ പോകുന്നത്, എനിക്ക് സഹതാപമാണ്. പിന്നെ ഇങ്ങനെ ഞാൻ എന്തായാലും ചെയ്യത്തില്ല. എനിക്കിപ്പോൾ ഒരാളോട് ഭയങ്കര വിരോധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പോയിട്ട് ഇങ്ങനെ ഒരു കമന്റ് പറയുവോ, കമന്റ് എഴുതുകയോ നേരിട്ട് പോയി പറയുകയോ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. പക്ഷെ അത് അവരുടെ ഒരു എത്രത്തോളം നെഗറ്റീവ് ആയതുകൊണ്ടാണ് അവരങ്ങനെ കമന്റ് ഇടുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമ്മൾ അങ്ങനെ തിരിച്ചാ ചിന്തിക്കുന്നത്. കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് ഈ ഓണം, ക്രിസ്മസ്, അതുപോലുള്ള വിശേഷാവസരങ്ങള്, ബർത്ത്ഡേസ്, ആ സമയത്തൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് കേക്ക് ഒക്കെ ഓർഡർ ചെയ്ത് പായസം ഉണ്ടാക്കി, നമുക്ക് വയ്യെങ്കിൽ പോലും അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം പോലെ നമ്മൾ എല്ലാ കാര്യവും വൃത്തിക്ക് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം. ആ ശ്രമം കൂടിയിട്ട് ബാക്കി അവിടെ കൂടെ നിൽക്കുന്നവർക്കും കൂടെ അങ്ങ് വിഷമാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളിതെല്ലാം പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു വെപ്രാളത്തിൽ ശരിക്കും അതിന്റെ ആ ഒരു ജോയ്, ആ ഒരു സന്തോഷം നമ്മൾ മറന്നുപോയിട്ട് ചെയ്യണമല്ലോ. നമ്മൾ ഇന്ന കാര്യങ്ങൾ, അതായത് ഒരു ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളൊരു വാശി വരുന്നെടുത്ത് കംപ്ലീറ്റ് ആ ജോയ് അങ്ങ് പോവാണ്. സെയിം വേ ഓണത്തിന്റെ സമയത്തായാലും നമ്മൾ ഇത്ര കൂട്ടം കറി ഉണ്ടാക്കണം, അത് ഇന്ന സമയത്തിനുള്ളിൽ ഉണ്ടാക്കി തീർക്കണം, അത് ഇലയിട്ട് ഇങ്ങനെ തന്നെ വിളമ്പണം, അത്തപ്പൂ ഇടണം, ഇത് ഭയങ്കര നിഷ്ഠയായിട്ട് പോവാണ്. എന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഈസി ഗോയിങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകും. ഇതെല്ലാം അവസാനം നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്ത് എന്നിട്ട് വല്ല സന്തോഷമുണ്ടോ? അതുമില്ല. അവസാനം 2 ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും കിടന്ന് വിഷമിക്കുന്നത്. അപ്പം അതിലൊരു റിയലൈസേഷൻ ഉണ്ടായത് ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ആഘോഷങ്ങളൊന്നും ഓവറായിട്ടൊന്നും
ചെയ്യാറില്ല. പറ്റുമോ, ആരോഗ്യമുണ്ടോ, ഒരു വയസ്സുണ്ടാക്കും, ഇല്ല പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യും. ഓണമാണെങ്കിൽ പോലും ഞാനിപ്പോൾ നിർത്തി. ഈ വീട്ടിൽ 16 കൂട്ടം കറിയും അതും ഇതും ഒക്കെ ഉണ്ടാക്കും. നമുക്ക് ആരോഗ്യമുണ്ട്, നമ്മൾ ഉണ്ടാക്കും. അല്ല വീട്ടിൽ നമുക്ക് ആരും ഒരു സഹകരണമില്ല. നമ്മൾ പിള്ളേരൊക്കെ കുഞ്ഞാണല്ലോ. പിന്നെ പുള്ളിയാണെങ്കിലും അന്നത്തെ ഒരു ദിവസം കിട്ടിയാൽ ഉറങ്ങാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും കമ്പയർ നമ്മുടെ വീട്ടിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു, എല്ലാവരും കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഞാൻ വേറെ പല വീടുകളിൽ പോകുമ്പോൾ അവർക്കൊന്നും ഇങ്ങനല്ല. അപ്പൊ നമ്മൾ കുഞ്ഞിലെ ഉണ്ടായിരുന്ന എങ്ങനെയാണോ അങ്ങനെ തന്നെ വേണം എന്നൊരു വാശി പിടിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ സന്തോഷം അങ്ങ് പോവാണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. തൊട്ട് മുന്നത്തെ ഓണത്തിന് ഞാൻ തീരുമാനിച്ചു, നമ്മളിങ്ങനെ കിടന്ന്, അതായത് നമുക്കൊരു ഒരുമിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ല. അത് സെയിം വേ നമ്മളിപ്പോൾ ഞാനിവിടെ ഈ പുതിയ വെറൈറ്റി സാധനങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. കാരണം എന്തുണ്ടാക്കിയാലും ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടമില്ല. പിള്ളേർക്ക് ഉൾപ്പെടെ സംഭവം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവർ കഴിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആരും നോക്കുന്നില്ല എന്നൊരു വിഷമം. നമ്മൾ ഇവിടുത്തെ പിള്ളേർ കുറച്ച് ഡിഫറെന്റ് ആണ്. അവര് ഈ മറ്റേ പിസ്സ, ബർഗർ അതുപോലത്തെ സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോൾ വാഴയ്ക്കാപ്പം അല്ലെങ്കിൽ ഉഴുന്നുവട ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കാശിന് വിലയില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കത്തില്ല, ട്രൈ ചെയ്യത്തില്ല. സെയിം വേ ഇപ്പൊ ഓണത്തിന് ഇങ്ങനെ സദ്യയൊക്കെ ഒരുക്കി വെക്കുമ്പോൾ അവരെല്ലാം ഇരുന്ന് കഴിക്കും എന്നുള്ളതല്ലാതെ അതിന്റെ ബിഹൈൻഡ് ദ സീൻസിലൊന്നും ഇൻവോൾവ് ആവാൻ പിള്ളേർക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പൊ പിന്നെ ഇത് കുറേ നാൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളങ്ങ് ആർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഓണത്തിന് തീരുമാനിച്ചൊരു കാര്യമാണ്, ഒരു റിയലൈസേഷൻ വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയാണ് എന്തിന്റെ ആവശ്യത്തിന് ഒരിടത്ത് പോയി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സമാധാനമായിട്ട് പോയി ഇരുന്ന് കഴിച്ച്. അപ്പോൾ എന്ന് പറയുമ്പം ഈ ഒരു ചെറിഷിങ് മെമ്മറീസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് പിള്ളേർ ഇപ്പോഴും ചെറുതാണ്. ഒരെണ്ണം 4-ലും ഒരെണ്ണം 11-ലുമാണ്. അവർക്കൊക്കെ അവരുടേതായ കുറേ അധികം നമ്മളൊക്കെ കുഞ്ഞിലെ ഉണ്ടായിരുന്ന കണക്കത്തെ ഒരു രീതിയല്ല. മേ ബി നമ്മളെല്ലാവരും കൂടെ നാട്ടിലൊക്കെ ഒരുമിച്ച് കൂടുവാണെങ്കിൽ ഈ ഒരു അപ്രോച്ചൊക്കെ നമുക്ക് വേണേൽ എടുക്കാൻ പറ്റും, എല്ലാവരും കുറച്ചും കൂടെ. എങ്കിൽ പോലും പിള്ളേരൊന്നും ഇതിൽ ഇൻവോൾവ് അല്ല. നമ്മുടെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു. നമ്മൾ പിള്ളേർ ഉൾപ്പെടെ ഇൻവോൾവ് ആയിട്ടായിരുന്നു സദ്യയൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈവൻ അത് എല്ലാം വിരിക്കാനാണെങ്കിൽ പോലും നമുക്കൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയൊന്നും മേ ബി എനിക്ക് തോന്നുന്നു ഞാനായിരുന്നു അവിടുത്തെ മൂത്തത്. എന്നെയും 8 വയസ്സ് ഇളയതായിരുന്നു ബാക്കി 2 അപ്പൊ ഞാൻ മേ ബി അച്ചാച്ചി അമ്മച്ചിയുടെയും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്തുകൊണ്ടായിരിക്കും എനിക്കിതൊക്കെ അങ്ങനെ ഭയങ്കര ഇങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു കടുംപിടുത്തമൊക്കെ അത് എൻ്റെ അച്ചാച്ചിയുടെ നിന്ന് കിട്ടിയാന്ന് തോന്നും. ആ ഒരു കടുംപിടുത്തം വരുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് വയ്യെങ്കിലും നമ്മളിത് ചെയ്യേണ്ടതായിട്ട് വരും. ചെയ്തില്ലെങ്കിൽ ഒരു ഗിൽറ്റ് വരും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കുറേ നാൾ കഴിഞ്ഞ വർഷം ഞാൻ അതിനൊരു തീരുമാനമാക്കി. ഞാൻ അന്നത്തെ ദിവസം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് ഇവിടെ അടുത്തൊരു ഒരു റെസ്റ്റോറൻറ്റിൽ ഓൾറെഡി സദ്യ ഓർഡർ ചെയ്തിരുന്നു. നമ്മൾ ആ കറക്റ്റ് ടൈം ആയപ്പോൾ പോയി വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത്, ആദ്യമായിട്ടാണ് ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോയി സദ്യയൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ട് കഴിച്ചേച്ച് നമ്മൾ പോയി കറങ്ങാനും പോയി. അന്നത്തെ ഓണം വാസ് വെരി നൈസ്. പക്ഷെ അതിങ്ങനെ ഒരു മെമ്മറി ആയിട്ട് ഓർക്കാനൊന്നും നമുക്ക് ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷെ എന്തിനെന്നുള്ളതാണ്, ആൾക്കാരുടെ സമാധാനം കെടുത്തിയിട്ട് ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഫെസ്റ്റിവൽസ് ആവട്ടെ, ബർത്ത്ഡേ ആവട്ടെ, ഇങ്ങനെ വേണം, നമുക്കിങ്ങനെ വേണം എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു പരിപാടി ഞാൻ അങ്ങോട്ട് നിർത്തി. അപ്പോൾ കുറച്ച് പീസ് ആയിട്ടുണ്ട്. അപ്പം ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടെ മെമ്മറബിൾ ആക്കാൻ നമ്മളായിട്ട് എഫേർട്ട് ഇടാതെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം തോന്നുന്ന ഒരു രീതി എന്താണോ അതിലേക്ക് പോകാമെന്ന് കരുതി. ഇതും ഒരു ചെറിയൊരു റിയലൈസേഷനാണ്. നിങ്ങൾക്ക് അത് ആ രീതിയിൽ എത്തിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. കാരണം ഞാൻ കൺവേ ചെയ്യുന്ന രീതി ചിലപ്പോൾ എൻ്റെ സംസാരം കൊണ്ടാവാം കുറച്ച് റൂഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, ഐ എം ഹെൽപ്ലെസ്. പക്ഷെ ഞാനത് ആ ഒരു അർത്ഥത്തിലല്ല. നമുക്കൊരു അൾട്ടിമേറ്റ്ലി നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം. നമുക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാരെ കൊണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആണെങ്കിലും നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിർത്തി എന്നുള്ളതാണ്. അതിപ്പോൾ വേറൊരാൾ എൻ്റെ അടുത്ത്, ഇപ്പോൾ എൻ്റെ മക്കളായാലും എൻ്റെ അടുത്ത് എന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ വന്നാലും ഞാൻ നോ പറയും. അത്രേ ഉള്ളൂ, തീർന്നു. ഒരു കോമൺ ആയിട്ടുള്ളൊരു സന്തോഷം, അത് മതി. ഇനിയുള്ളത്, ഞാനൊരു വെപ്രാളവാസിയാണ്, പരവേശവാസിയാണ്. എല്ലാ കാര്യവും ഇച്ചിരി വെപ്രാളത്തിലും കാര്യങ്ങളിലും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പൊ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. കാര്യങ്ങളെല്ലാം ജിൽ എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം വീട്ടിലൊരു ഗസ്റ്റ് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് ഏറ്റെടുത്ത് അങ്ങോട്ട് ചെയ്യും. എന്നിട്ട് ഞാനിങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് അവർ വരുന്ന സമയത്ത് ഞാൻ ഫുൾ ടയേർഡായിരിക്കും. പക്ഷേ പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കും. അവർ വരുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മളുടെ ആ ഒരു സന്തോഷം അത് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ള എനർജി അന്നേരം ഉണ്ടാവത്തില്ല. സെയിം വേ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവാണെന്ന് വെച്ച് കഴിഞ്ഞാലും ആ ഒരു വെപ്രാളം കാരണം എനിക്ക് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. അതൊരു തിരിച്ചറിവാണ് ഇപ്പോഴത്തെ. സോ കുറച്ചും കൂടെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് എന്ത് കാര്യത്തിലായാലും, ഇപ്പൊ നമ്മുടെ വർക്കിന്റെ കേസിലാണെങ്കിലും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലാണെങ്കിലും ആ ഒരു റഷ് നമുക്ക് ആ ഒരു സന്തോഷം കളയും. സോ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്ത്, അതുപോലെ ഒരു ഇതുണ്ടാക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ കുത്തിത്തിരികാതെ 1-2 കാര്യം മാത്രം ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളൊരു ശ്രമം.
ഇനി അടുത്തെന്ന് പറയുമ്പം മക്കളുടെ കാര്യമാണ്. ഞാൻ ഇപ്പം റിയലൈസ് ചെയ്തൊരു കാര്യം, നമ്മളുടെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, പലരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരു എന്താണ്, അതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ അമ്മയായിട്ട് ഉണ്ടായിരുന്ന ഒരു ബന്ധം ഇപ്പം കല്യാണം കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബന്ധമല്ല, പിള്ളേർ കുറച്ചും കൂടെ വലുതായതിനു ശേഷമുള്ള ഒരു ബന്ധം. അത് കഴിഞ്ഞ് ഇപ്പോൾ കംപ്ലീറ്റ്ലി പിള്ളേരുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരുമ്പോൾ അമ്മയായിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്, ഒരു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ആലോചിക്കും, എനിക്ക് പല തിരക്കുകളുള്ളതുകൊണ്ടും നമുക്ക് നമ്മുടെ അമ്മയടുത്ത് പോകാൻ പറ്റുന്നില്ല, അമ്മയടുത്ത് സംസാരിക്കാനായിട്ടാണെങ്കിൽ സമയം കണ്ടെത്തുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇതപ്പോൾ എനിക്കൊരു തിരിച്ചറിവാണ്. എൻ്റെ മക്കളെ ഞാനിപ്പോൾ ഇങ്ങനെ കൈവെള്ള വെച്ചുകൊണ്ട് നടക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ ഇവരും പറന്നു പോകും, അപ്പൊ ഞാൻ വീണ്ടും ഒറ്റയ്ക്കാവും ഇല്ലേ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നൊരു 4-5 വർഷമായിട്ട് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരെ ഇപ്പോഴും ഞാൻ ആ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ അവരുമായിട്ട് ഇടപെടാനായിട്ട്. എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുക എന്നുള്ളത്. ഇവര് പോകും, അപ്പം അവർ പോകാൻ വേണം. അവര് നമ്മുടെ ഇവിടെ ചിറകിൻ്റെ അടിയിൽ നിൽക്കേണ്ട ആൾക്കാരല്ല, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അവരെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു പരിപാടി. ശരിക്കും എനിക്ക് എൻ്റെ അമ്മേനെ വിട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും, എൻ്റെ അനിയനായാലും അനിയത്തിക്കായാലും അമ്മേനെ വിട്ടു പോകാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഇങ്ങനെ ഈ നെഞ്ചത്തുനിന്ന് എന്തോ വലിച്ചു പറിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത്, എനിക്കും ഉണ്ടാവരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അമ്മേനെ വിട്ടു പോകാൻ ബുദ്ധിമുട്ടിയിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇപ്പൊ പിള്ളേരുമായിട്ട് ഇടപെടുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ടുള്ള കൺവെർസേഷനിൽ എല്ലാത്തിലും ഞാനുണ്ട്, അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞാനുണ്ട്. പക്ഷെ അവർക്ക് ഇവിടുന്ന് എന്നെ വിട്ടു പോകേണ്ടി വരുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവാത്ത രീതിയിലാണ് ഞാനിപ്പോ പെരുമാറുന്നത്. റൂഡായിട്ട് തോന്നും, പക്ഷെ അതാണ് റിയാലിറ്റി. കുറച്ചും കൂടെ ലൈറ്റായിട്ട് അവർക്ക് മാറാൻ പറ്റും, അവർക്ക് കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സെയിം വേ ആ സമയത്ത് എനിക്കൊരിക്കലും ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ എനിക്കൊരിക്കലും ഒരു കഷ്ടം, ഞാൻ ഒറ്റയ്ക്കായി പോയി, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകത്തില്ല. ഞാൻ സെൽഫ് സഫീഷ്യന്റ് ആണ്, എനിക്ക് സന്തോഷം എൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെത്താൻ പറ്റും. സെയിം വേ അവർക്ക് അവരുടെ സന്തോഷം അവരുടെ നിന്ന് കണ്ടെത്താൻ പറ്റും. ആൻഡ് നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻ അങ്ങനെ നിൽക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇനിയുള്ളത് ഈ സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കുറേയധികം ട്രാപ്സ്, അത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ റിബൽ ആവാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു സൊസൈറ്റിയുടെ കുറെ സ്ക്രിപ്റ്റ്സ് ഉണ്ടല്ലോ, സ്ക്രിപ്റ്റ്, അതായത് ഒരു പെർഫെക്റ്റ് വൈഫ് ഇങ്ങനെ ആയിരിക്കണം, പെർഫെക്റ്റ് മദർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വുമൺ ഇങ്ങനെ ആയിരിക്കണം. അങ്ങനെയുള്ള സ്ക്രിപ്റ്റിനെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഇത് ആരെഴുതിയ സ്ക്രിപ്റ്റാണ്? എന്തിനാണ് ഞാനിത് ഫോളോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ, ഞാൻ കുറച്ച് റൂഡാണ്, ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ, അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരാൻ തുടങ്ങി. അതിപ്പോ ആരെയും ഹേർട്ട് ചെയ്തിട്ടൊന്നുമല്ല, പക്ഷെ എനിക്കൊരു സന്തോഷം തോന്നുന്നില്ല. ഇതിപ്പോ ആരോ എഴുതിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ജീവിക്കുന്ന പോലെ എനിക്കൊരു ഫീലിംഗ്. മനസ്സിലായില്ലേ? കുറെ അധികം പ്രഷർ കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ എൻ്റെ രീതിക്ക് ലൈഫ് ജീവിക്കും. ഇനിയിപ്പോ ഇച്ചിരി തൻ്റെടി അങ്ങനെ പോകാം എന്നുള്ളൊരു റിയലൈസേഷനിലേക്കാണ് ഇപ്പൊ വന്നു നിൽക്കുന്നത്. അതുപോലെ അടുത്ത കാര്യം, നമുക്കിപ്പോൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ ഒക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ 4-5 വർഷമായിട്ട് എൻ്റെ ഡ്രസ്സിങ്ങിലായാലും എൻ്റെ അപ്പിയറൻസിലായാലും വ്യത്യാസമുണ്ട്. അത് ഞാനിപ്പോൾ എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാണ്ട് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു നോക്കണം. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടേതായ സന്തോഷം അതിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനിയൊരു പ്രായം അല്ലെങ്കിൽ നമുക്കിത് പറ്റില്ല, നമ്മുടെ മക്കളൊക്കെ ഇത്രയായി, ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അതിൽ നിന്നൊക്കെ മാറി ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മളുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പാർട്ട് ഓഫ് റിയലൈസേഷൻ ആണ്. നമ്മൾ കുറേയധികം കാര്യങ്ങൾ അയ്യോ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം എന്നുള്ളതിനേക്കാൾ ഇങ്ങനെയും ജീവിക്കാം എന്നുള്ള കുറേയധികം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ആൾക്കാരുടെ വാലിഡേഷന് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി ആൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായോ, അങ്ങനെ ബാക്കിയുള്ളവർക്ക് സന്തോഷമായോ, നിങ്ങൾക്കത് ഇഷ്ടമായോ, അങ്ങനെ പറഞ്ഞ് എല്ലാവരുടെയും വാലിഡേഷൻസിന് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തും കുറേയധികം കാര്യങ്ങൾ ചെയ്യാതെയൊക്കെ ഇരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. അതൊന്നും അവരൊന്നും നോട്ടീസ് ചെയ്ത പോലും ഇല്ല, അല്ലെങ്കിൽ അവരൊന്നും അതൊന്നും കെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഞാനിതൊക്കെ ചെയ്ത് ഞാൻ ആരായി എന്നുള്ളൊരവസ്ഥയിൽ, ആ ഒരു റിയലൈസേഷനിൽ ഇപ്പോൾ ഒരു വാലിഡേഷന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാണ്ട് നമുക്ക് തോന്നിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനിയാൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നുമില്ല. അതും ഒരു റിയലൈസേഷനാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ജോബ് എൻ്റെ ലൈഫിൽ
ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു. അതിന്ന് മാറിയിട്ട് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഐഡന്റിറ്റി അല്ല, അതെന്റെ ഒരു സർവൈവൽ മെക്കാനിസം മാത്രമാണ്. ഇപ്പൊ ഈ ഒരു ജോബ് ഇല്ലെങ്കിൽ വേറൊരു ജോബിലേക്ക് പോകാനുള്ളൊരു ഫ്രീഡം അത് നമുക്ക് തരുന്നുണ്ട്. അല്ല ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് അറിയപ്പെടും, ഞാനൊരു തയ്യൽക്കാരിയായിട്ട് അറിയപ്പെടും എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് എനിക്ക് എന്താണ് വട്ടച്ചെലവിനുള്ള പൈസ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ ടു ഡേ ലിവിങ്ങിന് വേണ്ടിയിട്ട്, എൻ്റെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആശ്രയിക്കുന്ന ഒരു സംഭവമായിട്ട് മാറി ജോബ്. അപ്പം ജോബിനെ എൻ്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ആ ഒരു അറ്റാച്ച്മെന്റ് ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇനി ഇതിലും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, കുറേയധികം കാര്യങ്ങൾ മേ ബി ഞാൻ വിട്ടുപോയിട്ടുണ്ടാവാം. പക്ഷെ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ഒന്ന് കൺക്ലൂഡ് പറയാനാണെങ്കിൽ ഞാനിപ്പോ ഈ ഒരു ഏജിൽ കുറേയധികം കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയ ഒരു പുതിയ പേഴ്സൺ അങ്ങനെയൊന്നും അല്ല. എന്നെ തന്നെ കുറെ കാര്യങ്ങൾ, എന്നിലെ കുറെ കാര്യങ്ങളെ ഞാൻ മനസ്സിലാക്കുവാണ്, പഠിക്കുവാണ്. കുറെ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഞാൻ അൺലേൺ ചെയ്യാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അൺലേൺ ചെയ്യാന്ന് പറയുന്നത്. അൺലേൺ ചെയ്ത് നമുക്ക് സന്തോഷം തരുന്ന, നമ്മളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ, വേറെ ആരും നമ്മളെ യൂസ് ചെയ്യാതെ, നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാതെ ഒക്കെ നമുക്ക് എങ്ങനെ മുന്നോട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോവാം, അല്ലെങ്കിൽ ഒരു ലൈഫിന്റെ പേർപ്പസ് അതൊക്കെ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളൊരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ 30s-ലാണ്, 40s-ലാണ്, 50s-ലാണ്, അല്ലെങ്കിൽ 60s-ലാണെ പോലും നിങ്ങൾക്ക് ഇനി സമയമുണ്ട്. ഞാൻ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ വിചാരിച്ചത് ഈ 40s എന്നൊക്കെ പറഞ്ഞ കിളവി എന്നുള്ളതാണ്. പക്ഷെ ഞാനിപ്പോൾ 40s എത്തിയപ്പോൾ ഞാൻ അല്ലെങ്കിൽ നമുക്ക് ഇനി സമയം കിടക്കല്ലേ, നമുക്ക് ഹാഫ് വേ ആയതേ ഉള്ളൂ, നമ്മൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി കിടപ്പുണ്ട്. നമ്മുടെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. എനിക്കിപ്പോൾ പറ്റുന്നില്ല ശ്രദ്ധിക്കാനായിട്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇനി സമയമുണ്ട്, ഇനിയും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ശരിക്കും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം പഠിച്ച കാര്യങ്ങൾ കുറെ എണ്ണം തെറ്റായി പോയി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതാ ആദ്യം പറഞ്ഞത്, സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പെയിൻഫുൾ ആണ്. ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് പെയിൻഫുൾ ആണ്. നമ്മൾ ഇത്രയും നാൾ കാണിച്ചിരുന്ന മണ്ടത്തരാണല്ലോ, ഇങ്ങനല്ല, കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട്. ചിലപ്പോൾ ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന അയ്യോ ഇതല്ലായിരുന്നു, വേറെ രീതിയായിരുന്നു, ഇങ്ങനെയല്ലായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ ഇതൊരു എവല്യൂഷനാണ്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് സെൽഫ് റിയലൈസേഷനെ പറ്റി 2 വാക്ക്. അപ്പോൾ നിങ്ങളുടെ സെൽഫ് റിയലൈസേഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ നിങ്ങൾ എന്താണ് നോക്കുന്നത്, മുന്നോട്ട് നോക്കി കാണുന്നത്, താഴെ കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ നമുക്ക്